ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മൈ ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നമ്മളെല്ലാവരും തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പൂരിയാണ്. പൂരി എങ്ങനെ നല്ല സോഫ്റ്റും ഫ്ലഫിയുമായിട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഈ പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് പൂരി ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ച് വെക്കാം. പൂരി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പിൽസ്ബറി ആട്ടയാണ്. നിങ്ങൾക്ക് ഏത് തരം ഗോതമ്പ് പൊടി ആണെങ്കിലും ഇതിന് ഉപയോഗിക്കാം. ഗോതമ്പ് പൊടി കുറച്ച് കുഴിയുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് കുഴക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കാം. റവ ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ പൂരി കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും. അതിനുവേണ്ടിയാണ് റവ നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് അമർത്തി തിരുമ്മി കൊടുക്കണം. പൊടിയിൽ ഉപ്പുപൊടിയും എണ്ണയും ഒക്കെ നന്നായിട്ട് പിടിക്കുന്നവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പൂരി നല്ല ക്രിസ്പി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളമൊക്കെ ചേർക്കുമ്പോൾ ഒട്ടും വെള്ളം കൂടി പോകാൻ പാടില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ മാവിൽ ഉപ്പും എണ്ണയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് കുറേശ്ശെ വെള്ളം തളിച്ചൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ സാധാരണ പച്ചവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ കുറേശ്ശെ തളിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ചില പൊടിക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും, ചില പൊടി കുഴക്കാൻ വെള്ളം കുറച്ച് മതി. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടിയുടെ പാകം നോക്കി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളത്തിൽ താഴെ മതിയായിരിക്കും നമുക്ക് ഈ പൊടി കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും മാവിൽ കൂടുതൽ വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ പൂരി ഉണ്ടാക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കൊമളച്ച് വരികയുമില്ല, കൂടുതൽ എണ്ണയും കുടിക്കും. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് പൊടി കുഴക്കാൻ വേണ്ടി എടുത്തത്. പക്ഷെ 1/2 കപ്പ് വെള്ളമൊന്നും ആവശ്യം വന്നില്ല, ഇത്രയും വെള്ളം ബാക്കി വന്ന്. ഇപ്പോൾ പൂരിയുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. സ്വല്പം എണ്ണയും കൂടെ അതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചൊന്ന് മയപ്പെടുത്തി എടുക്കണം. ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. അത് കൂടുതൽ സമയമൊന്നും ചപ്പാത്തിക്ക് മാറ്റി വെക്കുന്ന പോലെ വെക്കണ്ട, ഒരു 5-10 മിനിറ്റ് മതി. ഇപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. മാവ് ഒന്നും കൂടെ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം. അതിൽ നിന്ന് ഒരു ചെറിയ ഉരുള മാവ് എടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. അതിനുശേഷം കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ പരത്തി റൗണ്ട് ഷേപ്പിലാക്കി വെക്കണം. അങ്ങനെ എല്ലാ മാവും ഇതേപോലെ നമുക്ക് റെഡിയാക്കി വെക്കാം. ഇപ്പോൾ എല്ലാ മാവും ഇതേപോലെ ഉരുട്ടി പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി പരത്തിയെടുക്കാം. ഈ അളവിൽ നമുക്കൊരു 9-10 പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചപ്പാത്തിപ്പലയിൽ കുറേശ്ശെ മാവ് തൂകിയതിന് ശേഷം ചെറിയ ചെറിയ പൂരികളായിട്ട് പരത്തിയെടുക്കണം. പൂരി പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. പൂരി കൂടുതൽ നേർമയായി പോകാനും പാടില്ല, കൂടുതൽ കട്ടിയായി പോകാനും പാടില്ല. അതുപോലെ തന്നെ പൂരി പരത്തിയെടുക്കുമ്പോഴത്തേക്കും എല്ലാ ഭാഗവും ഒരേ കനത്തിൽ തന്നെ പരത്തിയെടുക്കാനും ശ്രദ്ധിക്കണം. പൂരി പരത്തി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം ഞാനൊരു 5 പൂരി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ കൂടുതൽ സമയം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂരി ഒന്നിൻ്റെ പുറത്ത് ഒന്ന് ഒട്ടിപ്പിടിച്ച് പോകും.
ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ പാകത്തിന് ചൂടായോ എന്ന് അറിയാനായിട്ട് നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു ചെറിയ ഉരുള മാവ് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ മാവ് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാവ് കോരി മാറ്റാം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന പൂരി ഇട്ട് കൊടുക്കാം. പൂരി ഇട്ടതിന് ശേഷം സ്പൂണോ ചട്ടകമോ കൊണ്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചൂടായ എണ്ണ അതിൻ്റെ പുറത്തേക്ക് ഇത്തിരി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കൊമളച്ച് വരും. ഇപ്പോൾ ഒരു സൈഡ് പാകമായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കത് തിരിച്ചിടാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം പൂരി പാകം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. രണ്ട് സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാ പൂരിയും നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരമായാലും ഈ പൂരി നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കൊമളച്ചൊക്കെ ഇരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരിയാണിത്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ പൂരി എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ഈ പൂരി നമുക്ക് ചൂടോടുകൂടെ പൊട്ടറ്റോ മസാല, വെജിറ്റബിൾ കറി, ചിക്കൻ കറി ഇവിടെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എന്നോട് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.